ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇത് ഏത്തപ്പഴവും അതുപോലെ തന്നെ ചവ്വരിയും ശർക്കരയും വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ തോന്നും അല്ലേ? അപ്പോൾ നമുക്ക് ഓടിപ്പോയി പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. നമുക്കപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സാഗോ റൈസ് എന്ന് പറയും, അതിനെ ചവ്വരി അല്ലെങ്കിൽ സാബൂനരി എന്നും പറയാറുണ്ട്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു അരക്കപ്പാണ്, 125 ml കപ്പിൽ അരക്കപ്പ് സാബൂനരി എടുത്തിട്ട് അത് ഞാൻ വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തതാണിത്. ഇതിനി വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ആ ചവ്വരി നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അരക്കപ്പ് ചവ്വരി നമ്മൾ കുതിർത്തിട്ട് അത് വേവിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അത് കുതിർത്ത് വെച്ച കാരണം കൊണ്ട് തന്നെ വേഗം ഈ അരി വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മളുടെ ആ ചവ്വരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ 3 ഏത്തപ്പഴം ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്യാന്നല്ല, ഇത്തിരി നമുക്ക് കടിക്കാൻ അതിൽ കിട്ടണം, അതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ 3 ഏത്തപ്പഴം, എൻ്റെ കയ്യിലുള്ള ഈ ഏത്തപ്പഴം 3 ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏത്തപ്പഴം വലുതാണെങ്കിൽ 2 എടുത്താലും മതിയാവും കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ ആ ഏത്തപ്പഴം അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇനി ഒന്ന് അടിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ആ ചവ്വരി ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് തന്നെ മതി, അപ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നല്ല കണ്ണാടി പോലെ നമ്മളുടെ ചവ്വരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പം ശർക്കര നീര് ഒഴിക്കാൻ പോവാണ്. അതായത് ഒരു 100 ഗ്രാം ശർക്കര ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് മൊത്തം 1 കപ്പുണ്ട്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ശർക്കര നീര് ഒഴിച്ച് ഇതിലിങ്ങനെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ഏത്തപ്പഴം ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഏത്തപ്പഴം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ സമയത്ത് തീ വളരെ കുറവിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ ഇത് നമുക്ക് അല്പം നേരെ ശർക്കര നീരിൽ തന്നെ കിടന്നത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ സ്വീറ്റ് ഇവിടെ നന്നായിട്ട് ഇങ്ങനെ നല്ല അതിൻ്റെ സ്ട്രക്ചർ നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക്, അപ്പം ഞാനൊരു 5 മിനിറ്റ് ഇതിട്ട് ഇളക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തന്നെ അത് തീ ഭയങ്കര ഫ്ലെയിം താത്തി വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കയറി ഇതുപോലെ ആയിപ്പോവും. അപ്പോൾ ആ പഴം വെന്ത് കിട്ടില്ല. അപ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശർക്കര വെച്ചിട്ടുള്ള എന്ത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ അതിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അതോടൊപ്പം തന്നെ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, ഇതിൻ്റെ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കേട്ടോ. ഇത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. എന്നിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ മധുരമൊക്കെ ഇട്ടത് അതൊന്ന് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ തന്നെ മതി, അതിൽ കൂടുതൽ ഒഴിക്കരുത്. അപ്പോൾ അതിന് ഭയങ്കര പുളി ടേസ്റ്റ് വരും. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മളെ സ്വീറ്റിൻ്റെ പണി കേട്ടോ. നല്ല എളുപ്പമല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കൊന്നും വേണ്ട. ഇതിന് ശരിക്കും പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, പഴത്തിൻ്റെ ടേസ്റ്റാണ് ഇതിന് മുന്നിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ചവ്വരി ചേർത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പം തീ ഓഫ് ചെയ്യാം. ഈ ഒരു തിക്നെസ്സിൽ ഓഫ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ഇതൊന്നും കൂടിയും കട്ടിയായിട്ട് വരും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ കിട്ടുക നമുക്ക്.
അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ദാ തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് കണ്ടോ, ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരല്പം മുന്തിരി മാത്രം കേട്ടോ, ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടില്ല, നെയ്യിൽ വറുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പം നമ്മൾ അടിപൊളി സ്വീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാട്ടോ, ഇതിൻ്റെ പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇത് സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റട്ടെ കേട്ടോ. ഇതാ ഞാനപ്പോൾ ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ സീഡ് ഇട്ട് കൊടുത്തതാണ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ല തിക്കായിട്ട് വരുന്നു കണ്ടോ. നല്ല അടിപൊളി സ്ട്രക്ചറിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സോസ് കിച്ചൺ.